ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? വീട്ടിലെ താമരപ്പൂവിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ ടെറസിൽ ആമ്പലുകളും പച്ചക്കറികളും ചെടികളൊക്കെ ഞങ്ങൾ നട്ട് വളർത്താറുണ്ട് സാധാരണ. എല്ലാം നല്ല സക്സസ്സും ആവാറുണ്ടായിരുന്നു. ഇത്തവണ താമരയിലൊരു പരീക്ഷണം നടത്തിയാലോ എന്ന് തോന്നി. അങ്ങനെ അതും സക്സസ് ആയി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് താമര വിരിഞ്ഞിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. താമരമൊട്ട് ഉണ്ടായപ്പോൾ കുഞ്ഞു മൊട്ടായിരുന്നപ്പോൾ വയലറ്റ് കളറായിരുന്നു. അപ്പോൾ കരുതി സീഡ് തന്ന ആൾ പറ്റിച്ചു, വല്ല ആമ്പലോ വയലറ്റ് ആമ്പലോ മറ്റോ ആയിരിക്കാം, അതിൻ്റെ എങ്ങാൻ സീഡ് തന്ന് ഞങ്ങളെ പറ്റിച്ചോ എന്ന് കരുതിയാണ്. ഡെയിലി മോർണിംഗ് ഒരു ആകാംക്ഷയോടുകൂടി ടെറസിലേക്ക് ഓടാറുണ്ട് താമര വിരിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതൊരു റൂട്ടീനായി തന്നെ മാറിയിരുന്നു. ഇങ്ങനെ പൂർണ്ണമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന താമരയിലേക്ക് ഇങ്ങനെ നമ്മളെ സൺലൈറ്റ് ഇങ്ങനെ പതിക്കുന്നത് കാണാനും അങ്ങനെ സൺലൈറ്റ് വന്ന് തട്ടി നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന ഒരു അനുഭൂതി തന്നെയായിരുന്നു അത്. എന്നെപ്പോലെ തന്നെ താമരപ്പൂവ് കാണാനും ആസ്വദിക്കാനും തേൻ കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ രാവിലെ തന്നെ എത്താറുണ്ട് കേട്ടോ. ഇങ്ങനെ മോർണിംഗിൽ എഴുന്നേറ്റ ഉടനെ പൂക്കളുടെ അടുത്തൊക്കെ പോയി നിൽക്കുകയും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും പൂക്കൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് ഒരുപാട് കുറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഫീലാണ് ആ ടൈമിൽ എനിക്ക് കിട്ടിയിരുന്നത്. സത്യത്തിൽ പൂവ് കണ്ട് ആസ്വദിക്കാനും വീഡിയോ എടുക്കലും ഒക്കെയാണ് എൻ്റെ റോള്. ബാക്കി എല്ലാ ഹാർഡ് വർക്കും എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താമര വിരിഞ്ഞതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഫാമിലിക്ക് തന്നെയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയും എൻ്റെ താമരപ്പൂവിനെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.